ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പഞ്ച് കേക്കാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന സ്പഞ്ച് കേക്ക് അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബാറ്റർ ചെയ്യണത്. അതുപോലെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നതല്ല, ആവിയിലാണ് വേവിച്ചെടുക്കണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഷിഫോൺ കേക്ക് എന്നാണ് ഇതിന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്പഞ്ച് കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദ സിഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കേക്കിന് കൂടുതൽ സോഫ്റ്റ്നെസ് കിട്ടും. ഇനി നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി നമുക്ക് 2 ടേബിൾ സ്പൂണോളം ആവശ്യമുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് ഞാൻ താഴെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് വെക്കുകയാണ്. ഒരു വിസ്ക് വെച്ചിട്ട് വെറുതെ മിക്സാക്കി വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് 2 ബൗൾ എടുക്കുക. എന്നിട്ട് ഒന്നിലേക്ക് മുട്ടൻ്റെ വെള്ളയും മറ്റതിൽ മുട്ടൻ്റെ മഞ്ഞയും കൂടെ ആക്കിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാനായിട്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. എന്നാൽ മാത്രമേ നമ്മുടെ കേക്കിന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പൊങ്ങി വരാനൊക്കെ കുറച്ച് പണിയുണ്ടാവും. ഇങ്ങനെ മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും 2 ബൗളിലാക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ വെള്ള ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ടും ഫോർക്ക് വെച്ചിട്ടും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ കുറേ സമയം എടുക്കും. ആ ഒരു പ്രശ്നമാണുള്ളത്. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബൗളിലും ബീറ്ററിലും ഒന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഞാനിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണേ. പൊടിച്ചിട്ടുള്ള പഞ്ചസാര 1/2 കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഈ വെള്ള നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വിനീഗറും കൂടെ ചേർക്കണം. അതൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അളന്നിട്ട് തന്നെ ചേർക്കാം കേട്ടോ, കൂടി പോവണ്ട. വിനീഗറും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് വരും. പിന്നെ ഇത് കുറച്ചൊന്ന് വോളിയം ആയി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റിങ് സ്റ്റോപ്പ് ചെയ്യാം. മുട്ടൻ്റെ വെള്ള മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ മഞ്ഞ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദയും പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ കൂടിയിട്ടുള്ളത്, അത് ഒരു 3 സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ട് ഈ മഞ്ഞൻ്റെ കൂടെ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് ഓയിലാണ്. ഓയിൽ 1/4 കപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ എടുക്കുക. ഇപ്പം കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും ഇതിൽക്കായിട്ട് യൂസ് ചെയ്യരുത്. അല്ലാതെ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതും ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഓയിൽ നല്ലോണം മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. സാധാരണ വെള്ളം എടുക്കുക, ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ അങ്ങനെയൊന്നുമില്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുത്തിട്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഈ ഒരു മാവിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ ആയിട്ട് ഇങ്ങനെ ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ലേ, അങ്ങനെ ആകുമ്പം കേക്ക് കട്ടിയായിട്ട് പോവും. ഒന്ന് മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും. അങ്ങനെ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഈ മഞ്ഞയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എഗ് വൈറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിൽക്കും ഒഴിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഒഴിക്കുക. എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ കുത്തി ഇളക്കണ്ട, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. അപ്പം ഇങ്ങനെ ഒഴിച്ചിട്ട് മൊത്തത്തിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. വാനില എസൻസ് ഇങ്ങനെ അവസാനം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. ആ ഒരു ടേസ്റ്റ് നമുക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം എപ്പോൾ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് വാനില എസൻസ് ഇതുപോലെ അവസാനം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. ഇനി അതും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിൽ ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്പ്രിംഗ് ഫോം പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ ബേക്കിംഗ് ടിൻ എടുക്കാനായിട്ട് പറ്റും.
ഈ പാൻ്റെ സൈസ് വന്നിട്ട് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലപോലെ ഇതിൽ കൊള്ളുന്നുണ്ട്. ഒരു 3/4 ഭാഗത്തോളം ഫില്ലായിട്ടുണ്ട്. പിന്നെ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാനാണ് പോണത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു തട്ട് ഇങ്ങനെ കമിഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കയറ്റി നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഈ കേക്ക് ടിൻ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു ബനിയൻ ക്ലോത്തോ അല്ലെങ്കിൽ കോട്ടൻ്റെ ക്ലോത്തോ യൂസ് ചെയ്യുക. എന്നിട്ട് അത് വെച്ച് മെല്ലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് മൂടി വെക്കാം. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ മേലെന്ന് ആവിന്ന് വെള്ളം വരുമല്ലോ, അപ്പോൾ അത് കേക്കിൻ്റെ ഉള്ളിലേക്ക് വീഴാതെക്കാനാണ്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ പൊങ്ങി കിട്ടൂല. അപ്പം ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മൊത്തം ആ ക്ലോത്ത് അബ്സോർബ് ചെയ്തോളും. ഇനി ഈ പാത്രം നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് 20-25 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് നമ്മുടെ കേക്ക് നല്ല പോലെ റെഡി ആയിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാം. എനിക്ക് കറക്റ്റ് 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം പൊങ്ങി സോഫ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റവിൻ്റെ ഹീറ്റിനനുസരിച്ചിട്ടും പിന്നെ പാത്രത്തിനനുസരിച്ചിട്ടൊക്കെ കുക്കാവുന്ന ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കുക. അതിൽ ബാറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കുക. അല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ എടുത്ത് മാറ്റാം. കേക്ക് ഒന്ന് ചൂട് വിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഈ പാനിന്നായിട്ട് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് സ്പെഷ്യൽ കേക്കിനൊക്കെ ബേസായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇപ്പോൾ നമ്മൾ മിൽക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പം ആ ഒരു സെയിം ആയിട്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പേര് പോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്